ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബുധനാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. രാവിലെ തന്നെ ഇതാ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. നിസ്കരിക്കാൻ പോകുമ്പം തന്നെ പഴമൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് കുക്കറിലൊന്നും ഇടൂല കേട്ടോ. കുക്കറിലിട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കായടക്കൊക്കെ അങ്ങനെ ഇടാം കുക്കറിൽ, പക്ഷേ തിന്നാനാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ വേവിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകൽ. അങ്ങനെ ഇതാ പഴമൊക്കെ റെഡിയാക്കിയിട്ട് മുറിച്ച് പാത്രത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ 2 ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ടൈമിലൊന്നും ചായ കുടിക്കാൻ അങ്ങനെ ഞാൻ വരില്ല. ഒരു 7:30-8 മണിയൊക്കെ ആകും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ രാവിലെ വേഗം ചായയൊക്കെ കുടിക്കും. അങ്ങനെ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ മരുന്നൊക്കെ ബോട്ടിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. ഫ്രണ്ടിൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ഇതാ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്, നമ്മുടെ ഡ്യൂട്ടിയിലേക്ക്. പിന്നെ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ റോളാണ്. അപ്പോൾ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അധിക വീഡിയോൻ്റെ അടിയിലും കമൻറ്റ് വരുന്നുണ്ട്, ഉമ്മ ഇല്ലേ, ഉമ്മാക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഇന്ന് തരാമെന്ന് വിചാരിച്ചു. ഉമ്മ ഇല്ല, ഉമ്മ മരിച്ചു പോയിട്ട് 7 വർഷമായി. അറ്റാക്കായിരുന്നു, പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. ഒരിക്കലും വിചാരിക്കാത്ത അപ്രതീക്ഷിതമായി ഞങ്ങളെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതായിരുന്നു. ഉമ്മാന്ന് എല്ലാം കൈകാര്യം ചെയ്യൽ, എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് തരലൊക്കെ ഉമ്മാന്ന്, പക്ഷെ ഉണ്ടാക്കലൊക്കെ ഞങ്ങളാണെങ്കിലും എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് തരലും എല്ലാം കൈകാര്യം ചെയ്യലും ഉമ്മയായിരുന്നു. എല്ലാം ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഉമ്മ പോയി. ഞങ്ങളുടെ ഏറ്റവും വലിയ തളർച്ച തന്നെയായിരുന്നു ഉമ്മാൻ്റെ മരണം. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയുണ്ട് ആദ്യത്തെ കുറച്ച് നാൾ. പിന്നെ അതിനോട് പൊരുത്തപ്പെട്ട് വന്നു. ഇപ്പോഴും ഒരുപാട് സങ്കടമുണ്ട് ഉമ്മാനെ ഓർക്കുമ്പോൾ. ഉമ്മാനെ ഓർക്കാത്ത ഒരു ദിവസം കടന്നു പോയിട്ടില്ല. മരിക്കുന്ന അന്ന് രാവിലെ തന്നെയും എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തന്നിട്ടാണ് പോയത്. എല്ലാ സാധനങ്ങളും, മീനും സാധനങ്ങളും കോപ്പും ഒക്കെ വാങ്ങിയിട്ട് റെഡിയാക്കി തന്നിട്ടാണ് ഉമ്മ പോയത്. ഉമ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരണ ദിവസം തന്നെ ഒരുപാട് ഉമ്മാനെ കുറിച്ച് അന്നത്തെ ഓർമ്മകൾ തന്നെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഇതിലൊന്നും പറഞ്ഞാലത് തീരൂല. പടച്ച റബ്ബ് ഉമ്മാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉമ്മാന്റെ കൂടെ ഞങ്ങളെയും ഒരുമിപ്പിച്ചു കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ വർത്താനത്തിന്റെ ഇടയിൽ ചിക്കൻ റോളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ജ്യൂസ് അടിക്കായിരുന്നു. ഈത്തപ്പഴം ഉണ്ടായിന് വാങ്ങി വെച്ചത്. അന്ന് ഞാൻ ഈത്തപ്പഴത്തിന്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജ്യൂസ് അടിച്ച് നോക്കാന്ന്. അങ്ങനെ ഇതാ ഈത്തപ്പഴവും ഐസും പിന്നെ പാലും കൂടി ചേർത്തിട്ടുണ്ട്, പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ഷെയ്ക്ക് പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. നല്ല ലൈറ്റ് യെല്ലോ കളറാണ് ഉണ്ടായത്. അപ്പോൾ അത് കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ആപ്പിൾ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാണ് ഉണ്ടായത്. ഈത്തപ്പഴം ജ്യൂസ് അടിച്ചതെന്ന് പറയൂല. കുറേ ആൾക്കാർ അത് ഉപ്പിലിട്ടിട്ടൊക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് അതുപോലെ തന്നെ തിന്നുമ്പം നല്ല ചവർപ്പും നല്ല ഒരു മധുരവും ഉണ്ടായിന്. ചവർപ്പ് കാരണം ആരും തിന്നുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ജ്യൂസ് അടിച്ച് നോക്കിയത്. ജ്യൂസ് അടിച്ചപ്പോൾ ചവർപ്പൊന്നും ഉണ്ടായിട്ടില്ല, വെറും ആപ്പിൾ ജ്യൂസ് പോലെ തന്നെയാണ് ഉണ്ടായത്. പിന്നെ കുട്ടികൾക്കൊന്നും കുടിച്ചിട്ടില്ല, അവർക്ക് പിന്നെ നല്ല സാധനമൊന്നും പറ്റൂല. ഈ വക ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ഞാനും അനിയത്തിയും തന്നെ കുടിക്കല്. നമ്മൾ പറയും നമ്മളെ തടി അങ്ങ് ഉഷാറാക്കാന്ന്, അല്ലാണ്ട് പിന്നെ എന്താക്കല്. അപ്പോൾ ഷെയ്ക്കൊക്കെ കുടിച്ച് നല്ല എനർജി കിട്ടിയപ്പോൾ പിന്നെ ബാക്കി പണിയിലേക്ക് കടന്നിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ചിക്കൻ റോളിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഉച്ചക്ക് ചോറ് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മ ഇതിൻ്റെ ഇടയ്ക്കൊരു ഷെയ്ക്ക് കുടിച്ചത്. അങ്ങനെ ബ്രെഡൊക്കെ പൊടിച്ചതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഉമ്മാന്റെ മരണത്തിന് ശേഷമുള്ള വേറൊരു തളർച്ചയും ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ സത്യമായിട്ടും വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു തളർച്ചയിലേ ഞങ്ങൾ തളർന്നിട്ടുള്ളൂ, വേറൊരു തളർച്ചയും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. കാരണം ഏറ്റവും വലിയ തളർച്ച അത് തന്നെയാണ്. അതിനേക്കാൾ മുകളിൽ വെക്കാൻ ഒരു തളർച്ചയ്ക്കും കഴിയൂല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തളരാതെ എല്ലാ അവസ്ഥയിലും പിടിച്ചു നിൽക്കുന്നതും. അങ്ങനെ ചിക്കൻ റോളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. അങ്ങനെ വേഗം ഇതാ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ട വീഡിയോസ് തന്നെ കണ്ട് മടുപ്പ് വന്നെങ്കിൽ പറയണേ. പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോസ് ഇടണമെങ്കിൽ ഓർഡറിന്റെ ഇടയിൽ എനിക്ക് വേറെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഒന്നിനും ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇതന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം ആർക്കെങ്കിലും പിന്നെ ഇതുപോലെ സ്നാക്സ് സെയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ കുറേ കണ്ടായിട്ടാകുമ്പോൾ അവസാനം അങ്ങനെ തോന്നൽ നമുക്കും ചെയ്യണം എന്നില്ല. അങ്ങനെ തോന്നിയിട്ട് എങ്ങനെ ചെയ്തില്ലെങ്കിൽ
ക്യാഷ് കിട്ടുമല്ലോ അവർക്കും. ആരെങ്കിലും അങ്ങനെ 2 റുപ്യ ആക്കുന്നെങ്കിൽ ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടത്. ഞാനും അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസും കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിയത്. ഓരോരോ ആൾക്കാർ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണൂലേ, അപ്പോൾ ഓരോരാളും ഇങ്ങനെ ചെയ്യുന്നതാണ്. നമുക്കും അങ്ങനെ തോന്നി, അങ്ങനെ ഞങ്ങളും കീനും അത്ര തന്നെ. പിന്നെ ഇതാ ക്യാരറ്റും ആക്കാനുണ്ടായിന്. അങ്ങനെ ക്യാരറ്റിന് മുട്ടയൊക്കെ മിക്സിയിൽ ഇടിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സമൂസക്ക് കുഴച്ച പാത്രമാണ്, അതുകൊണ്ടാണ് എൻ്റെ മൈദ മാവൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് കാണുന്നത്. അനിയത്തി സമൂസക്ക് വേണ്ടിയിട്ടുള്ള മാവ് പരത്തി എടുക്കുന്നുണ്ട്, ഷീറ്റാക്കാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഞാനിതാ ക്യാരറ്റ് ഉംസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് അവിടെ കിടക്കട്ടെ. പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റ് ഉംസ് ഒന്നാമത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4 മണിയാകുമ്പം കൊടുക്കാനുള്ള ഓർഡറായിരുന്നു. പിന്നെ ഇതാ സമൂസയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ക്യാരറ്റ് ഉംസും പിന്നെ സമൂസയും ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റോളും അങ്ങനെ വേഗം ഞാൻ പാക്കാക്കി കൊടുക്കുകയെന്ന് ചിക്കൻ റോളും സമൂസയും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തയച്ചിട്ട് വേണം മരുന്നിൻ്റെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. മരുന്നിന് കുറേ ഓർഡർ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതും റെഡിയാക്കി എടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇത് കൊടുത്തയക്കുന്നത്. അങ്ങനെ വേഗം ഇതാ ബോക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ക്യാരറ്റ് ഉംസ് അതും ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായതിന് ശേഷം അത് വേഗം ഒന്ന് കൊടുത്തയച്ച് 4 മണിയായിട്ടുണ്ട് കൊടുത്തയക്കുമ്പം തന്നെ. അങ്ങനെ അതൊക്കെ കൊടുത്തയച്ചതിന് ശേഷം നമുക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. ഒരു 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എന്തെന്നാ ചായക്ക് ഉണ്ടാക്കേണ്ടതെന്നില്ല ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ കായ്ക്കുംസ് ഉണ്ടാക്കാൻ വിചാരിച്ച്. ഞങ്ങൾക്ക് വേണ്ട കായ്ക്കുംസ്, പിന്നെ ഹസ്ബൻഡിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കായ്ക്കുംസ് ഉണ്ടാക്കി. അതിനാണെങ്കിൽ അധികം നെയ്യിലിട്ട സാധനങ്ങളോടൊന്നും ഇല്ല താല്പര്യമില്ല. അപ്പം പിന്നെ വേഗം എളുപ്പത്തിന് ഞാൻ കായ്ക്കുംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുംസ് ചുട്ട അതേ പാത്രത്തിലേക്ക് തന്നെ പഴം മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു 3 പഴം എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞിട്ടിട്ട് അതിൽ മിൽമ നെയ്യും കൂടി ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുട്ടേൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതാ അതേ പാനിൽ തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് വേവുന്ന സമയം കൊണ്ട് ഞാൻ മരുന്നിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കുകയായിരുന്നു. അങ്ങനെ ഇതാ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കായ്ക്കുംസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഇതാ അടിക്ക് പിടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആ പാത്രത്തിൽ തന്നെ ആക്കിയത് കൊണ്ടാണ് ഇതുപോലെ ആയത്. ജസ്റ്റ് ചെറിയ ഒരു പിടുത്തം പിടിച്ചതേ ഉള്ളൂ. വിശന്നിട്ട് വയ്യാത്തത് കൊണ്ട് പപ്സും കൂടി വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല കാപ്പി കുടിച്ച് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കുറച്ച് വിശപ്പൊക്കെ മാറ്റിയതിന് ശേഷമാണ് മരുന്നൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ ഇടയിൽ കൈയും നല്ല പോലെ മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാനൊരു മൂഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.